മകീരം, തിരുവാതിര, പുണർതം എന്ന മിഥുനം കൂറുകാർക്കുള്ള ജനുവരി മാസ ഫലമാണ് ഇവിടെ പറയുന്നത്. ഇവർക്ക് ജനുവരി മാസത്തിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പൊതുവെ ഗുണാധിക്യം തന്നെ എന്ന് പറയാം. അതായത് ചാരവശാൽ ഇവർക്ക് 7-ൽ ശനിയും 6-ൽ വ്യാഴവും 6-ൽ ബുധനും 5-ൽ ശുക്രനും 10-ൽ ചൊവ്വയുമാണ് ഗ്രഹസ്ഥിതി പ്രകാരം ഇപ്പോൾ ഉള്ളത്. ഇതിൽ ശുക്രനും ബുധനും ഏകദേശം ജനുവരി 10 മാറാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്ക് 6-ൽ വരുന്ന ശുക്രനും 7-ൽ വരുന്ന ബുധനും എല്ലാം ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലെവലിൽ നോക്കുമ്പോൾ ഇവർക്ക് ഗുണഫലം തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യസാധ്യത ഉണ്ടാവാനും ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികൾ നിവർത്തിപ്പിടിക്കുവാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ടുള്ള പൊതുവെ തൃപ്തി വളരെ ഉചിതമായിരിക്കും. ആരോഗ്യം പൊതുവെ ശാന്തമായിരിക്കും. ധൈര്യവും അതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ കളത്ര സംബന്ധമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇവർക്ക് സംതൃപ്തി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭാഗ്യം പൊതുവെ ഇവർക്ക് കൂടുതലായി ഈ മാസം കാണുന്നുണ്ട്. അതുപോലെ ആരോഗ്യം കുറച്ച് തൃപ്തി ആണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കുക തന്നെ വേണം. ആരോഗ്യം പൊതുവെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അത് ഉചിതമായിരിക്കും എന്നല്ല, അത് വിപരീത കാര്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിന് മുൻകൂട്ടിലായിട്ട് അവർ എടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന സമയങ്ങളെ അടിസ്ഥാനപരമായി നോക്കുന്ന സമയത്ത് അതിനെ നിലനിർത്താൻ പറ്റും. തൊഴിൽ സ്ഥലത്ത് പൊതുവെ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയം തന്നെയാണ്. അതിനെ നമ്മൾ കരുതലോടുകൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലങ്ങളിൽ ചിലവരുടെ വിമർശനത്തിന് പാത്രമാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം ഇവർക്ക് പൊതുവെ ഏത് തൊഴിലായിക്കോട്ടെ ആ തൊഴിലിൽ വിമർശനങ്ങൾ വരുവാനുള്ള സാധ്യത കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. അത് മേലധികാരികളെ കൊണ്ടായാലും അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ആരായാലും കൊണ്ടായാലും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മറ്റുള്ള പബ്ലിക്കിനോടും എല്ലാം വന്നിട്ട് വിപരീതപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തുവാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. അതിലെല്ലാം ഇവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പണി ചെയ്യുന്നവരും സ്വർണ്ണാഭരണ മേഖല ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വളരെ അനുകൂലപരമായിട്ട് തന്നെ കാണുന്നുണ്ട്. പക്ഷേ ഈ മാസം അത് നിലനിർത്തി പോകുന്നത് പക്ഷം ഇവർക്ക് വരാൻ പോകുന്ന ഓരോ അടിസ്ഥാനപരമായി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉചിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുണപരമായിരിക്കും എന്ന് തന്നെ പറയാം. അംഗീകാരങ്ങളെല്ലാം ഇപ്പോൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് ഇപ്പോൾ പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജനുവരി മാസം ജനുവരി മാസം 30-ന്റെ ഉള്ളിൽ പോകാൻ ഉദ്ദേശിച്ചവർക്കെല്ലാം അത് അനുകൂലപരമായിരിക്കും. അപ്പോൾ ഈ മാസം തന്നെ പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നോക്കുക. വിദേശത്തിൽ നിന്നും സ്വദേശത്തേക്ക് വരുന്നവർക്കും ഈ മാസം അനുകൂലപരമായിട്ടാണ്. അപ്പോൾ ഈ മാസം വരുവാനുള്ള സാധ്യതയെല്ലാം ഇപ്പോൾ ചെയ്യുക. പുതിയ വാഹനങ്ങളെല്ലാം എടുക്കാൻ തീരുമാനിക്കുന്നവർ ഈ മാസം ചെയ്യുക. അടുത്ത മാസത്തേക്ക് നീട്ടിക്കൊണ്ടു പോകരുത്, ഈ മാസം തന്നെ ചെയ്യുക. പക്ഷേ എല്ലാ ഉചിതപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഗൃഹപ്രവേശനമായാലും ആരംഭ പ്രവേശനമായാലും ഗൃഹനിർമ്മാണമായാലും അതുപോലെ തന്നെ ഗൃഹസംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളായാലും ഈ മാസം ഉചിതമായി കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലത്. വിവാഹ നിശ്ചയമടക്കം ഈ മാസം നടത്തുന്നത് ഉചിതമാണ്. ഇതിന് അങ്ങോട്ട് പോയി കഴിഞ്ഞു പറഞ്ഞാൽ വിപരീത ഫലം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര ഗുണകരമല്ല. അതുപോലെ തന്നെ
ആകാശയാത്ര, ജലയാത്ര, നേരത്തെ പറഞ്ഞമാര് ആകാശയാത്ര ചെയ്യുന്നവർക്കെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി ഈ കാണുന്നുണ്ട്. വായു കോപം ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ സംബന്ധമായിട്ടുള്ള അസുഖം ഇവർക്ക് പെട്ടെന്ന് പിടിപെടുവാനും ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുവാനുമുള്ള സാധ്യത ഈ ജനുവരി മാസത്തിൽ കാണുന്നുണ്ട്. ഇവർക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഗുണദോഷ മിശ്രത്തിൽ ഗുണം തന്നെയാണ്. പക്ഷെ എങ്കിലും കുറെ കാര്യങ്ങൾ ചിന്തിച്ചും അതുപോലെ തന്നെ ചിന്തിച്ചെടുക്കുവാനും അതുപോലെ തന്നെ കരുതലോടെ നീങ്ങിക്കഴിഞ്ഞാൽ ഈ മാസം വളരെ ഗുണകരമായിരിക്കും തന്നെ പറയാം. ഇതാണ് ഇവർക്ക് 2019 ജനുവരി മാസത്തിലുള്ള ഫലം.